Assalamualaikum, welcome back to our channel Shamna's World. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫിദ. എല്ലാവരും ചോദിക്കുമായിരിക്കും അല്ലേ, പിന്നെ ഹാജു എവിടെയെന്ന്. നിങ്ങളുടെ ഹാജു ഇന്ന് കുക്കിങ്ങിലാണ്, നാളെ കിച്ചണിലാണ്. എന്താ വെക്കുന്നതെന്നറിയോ? ഹൈദരാബാദ് ബിരിയാണി. ഇവിടെ യൂട്യൂബിൽ കണ്ടിട്ട് ഹൈദരാബാദ് ബിരിയാണി വെക്കണമെന്നും പറഞ്ഞ് ഇവിടെ ബഹളമായിരുന്നു. അങ്ങനെ ഇപ്പം അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ആള് നല്ല കുക്കാണ് കേട്ടോ, നന്നായിട്ട് കുക്ക് ചെയ്യും, സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. പക്ഷേ ഇന്ന് ആരെയും അടുക്കളയിലോട്ട് കേട്ടില്ല. ഇതുവരെ ബിരിയാണിയിലോട്ടൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതാ ഹൈദരാബാദ് ബിരിയാണിയുടെ പേരും പറഞ്ഞ് അകത്തോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിയാലോ ആളെന്താ ചെയ്യുന്നതെന്ന്. കണ്ടോ ബിരിയാണിക്ക് വേണ്ടി ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുകയാണ്. എനിക്ക് വയ്യ. ഗായ്സ് ആദ്യം നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുക്കണം ഗായ്സ്. ബാക്കി നമ്മൾ ഇതാണ് കരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഗായ്സ്. ഇന്നത്തെ ചോദ്യം, ഹാജറ ഇന്നത്തെ വീഡിയോയിൽ എത്ര വട്ടം ഗായ്സ് എന്ന് പറയുന്നു എന്നാണ്. ശരി ഉത്തരം പറയുന്നവർക്ക് ഹാജറ ഡയറി മിൽക്ക് വാങ്ങി തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഉള്ളിയെല്ലാം മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം ഗായ്സ്. അപ്പം നമ്മുടെ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് കണക്ക് നല്ല ക്രിസ്പി ആയിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിക്കണം. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ഈ ഓണിയനിൽ നിന്ന് പകുതി മുക്കാൽ ഓണിയനും ഞാൻ തൊട്ടിട്ടു. ഇനി നമുക്ക് വേണ്ടുള്ളത് നമുക്കൊരു പേസ്റ്റാണ്. മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതായത് ഒരു 10 മുളകും ഒരു 10 ഇതിൽ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടുള്ളത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി ഇതിൽ വേണ്ടുള്ളത് 1/2 ടീസ്പൂൺ
അതായത് ഇതിന് വേണ്ടിയുള്ള ചോറിനുള്ള വെള്ളം നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് മൂടി വയ്ക്കാം. ഉപ്പിട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കാൻ വേണ്ടി. മൂടി എവിടെ? അപ്പോൾ ഗായ്സ് നമ്മളുടെ ചിക്കൻ്റെ മിക്സ് ഇവിടെ അതായത് ഗ്രേവി ഇവിടെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. നല്ല വെന്ത് നല്ല കുറച്ച് ഗ്രേവിയുടെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടുള്ളത്. അപ്പോൾ നമുക്കിനി അരിയുടെ കാര്യം നോക്കാം. അരിക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 4-5 ഗ്രാമ്പൂ, 4-5 ഏലയ്ക്ക, കുറച്ച് പട്ടയും കൂടെ ഇട്ട് ഒന്നിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് 2 ടീസ്പൂൺ എണ്ണ, അതായത് ആ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് 2 ടീസ്പൂൺ എണ്ണയും കൂടെ വെച്ചു. ഇനി ഇത് നല്ല വെട്ടി തിളയ്ക്കുമ്പോഴേ അരി ഇടാൻ പാടുള്ളൂ. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് തിളയ്ക്കുന്ന വാരം ഒന്ന് നമ്മളെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി അരി കുറേച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മളുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. 80% വേവാൻ പാടുള്ളൂ. 20% നമ്മൾ ദമ്മിടുമ്പോഴാണ് വേവുന്നത്. ഉമ്മാണ് ഊറ്റുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഊറ്റാം. അത് എടുത്തുകൊണ്ട് പോയി വാഷ് ബേസിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങനെ ഊറ്റാം. ഞങ്ങൾ ഇതിനൊരു കരണ്ടി വെച്ചാണ് ഊറ്റുന്നത്. പിന്നെ ഞാൻ ഇവിടെ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല നീളമുള്ള ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നോക്കാം. ഞാൻ ഇവിടെ പശുവിൻ്റെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് മെൽറ്റായി വരട്ടെ. ഇത് നിങ്ങൾ ഇപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലേ വെക്കാവൂ കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ നോക്കുക. നമ്മളുടെ വേവിച്ച ചോറിൻ്റെ 3 ഭാഗത്തിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കുക. മൂന്നിലൊരു ഭാഗം ഇട്ട് കൊടുക്കണം. പൊടിച്ച് നമ്മൾ ബാക്കി കുറച്ച് ഉള്ളി വെച്ചാൽ അത് ഇതിൻ്റെ മേളിലോട്ട് കുറച്ചിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക. രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെ തന്നെയാണോ നാത്തൂനെ? ബിരിയാണി ആർക്കാ?
ഉണങ്ങിയതാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് കണക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് വെള്ളത്തിൽ നമുക്കിനകത്ത് ചേർത്താക്കാം. കുറച്ച് മതി. കളറിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പല കളർ യൂസ് ചെയ്യാം. ഓറഞ്ച് യൂസ് ചെയ്യാം, ഓറഞ്ചും റെഡും ഉണ്ട് ഗൈസ്. നീലയാണ് ഉത്തമം. ഇനി നമ്മൾക്ക് ഇതിനകത്ത് കുറച്ച് പൊതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എനിക്കിഷ്ടല്ല. അതും പിന്നെ അങ്ങ് അമ്മാനും ആടുക ഇല വെച്ച്. പൊതിനയില മതി കേട്ടോ ഇലയാണ്ട്. മല്ലിയില ഉണ്ട് ഇതില്. ഇനി നമ്മള് ബാക്കി ആ പ്ലേറ്റില് മൊത്തം ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ഗ്രേവിയും കൂടെ ഗ്രേവി മൊത്തം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ എന്ത് അല്ലേ അല്ലേ അതിന് ഇതൊക്കെ എന്ത്. മൂന്നാമത്തെ ലെയർ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയറും കൂടി ഇട്ട് കൊടുക്കാം ഗായ്സ്. ഗായ്സ് അവളതാ. ഞാനെന്താ പറയും. നമുക്ക് ചോറ് മൊത്തം അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മേളില് കുറച്ച് ടെർമറിക് വാട്ടറും കളറാട്ടോ. നിങ്ങൾ നീല കളർ ഒഴിച്ചാൽ മതി. അത് ഫിദാക്ക് പറ്റിയ കളറാ. പച്ചയാ പറ്റിയത്. ഇനി കുറച്ച് പൊതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. വാപ്പ ഡോക്ടർ ആക്കാൻ വെച്ചേക്കുന്ന മോളാണ്. മിക്കവാറും ഷെഫാവും. എന്റെ ഡോക്ടർമാർക്ക് അടുക്കളയിൽ കയറി പാചകം ചെയ്തുകൂടെ? നീ അങ്ങനല്ലല്ലേ പറഞ്ഞത്. നൈറ്റ് ഡ്യൂട്ടിയും കൂടി വാങ്ങുന്നല്ലേ പറഞ്ഞേ. വീട്ടിൽ ജോലി ചെയ്യാൻ കത്തുണ്ട്. ദമ്മിടാൻ പോണം. നമ്മള് ആദ്യം കുറച്ച് ഓണിയൻ മാറ്റി വെച്ചായിരുന്നു. അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് വേഗം വിശക്കുന്നു. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തേ പറ്റൂ. മതി. ഇനിയും ഉണ്ടോ നെയ്? ഇനി 1 ടീസ്പൂൺ നെയ്യ് ഇതിന്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദമ്മിടാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ദമ്മിടാം. അടപ്പ് വെച്ചാൽ മതി. അടപ്പതാണ്. ഇനി നമുക്ക് ഇതിന്റെ മേളിൽ വെയിറ്റിന് വേണ്ടി ഞാൻ ഇത് അരി ഊറ്റിയ വെള്ളമാണ് ഒഴിക്കുന്നത്. വേഗം വാ. ഒന്ന് വാന്റെ മാഷേ. അരി ഊറ്റിയ വെള്ളം ഇട്ട് വരുന്നുണ്ട്. നല്ല വെയിറ്റ് കിട്ടും. വീഴത്തില്ലല്ലോ തറയിൽ. ഷമ്മി തന്നെ ചെയ്തു. നമുക്കിത് ഒരു ചെറിയ പാത്രം ഒരു ഇതിനുള്ള ഒരു അടപ്പ് ചെറുതാ. അത് വലിയ അടപ്പെടുത്തു. അതിനെക്കാട്ടി വലിയ അടപ്പ്
ഇനി ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ ദമ്മിട്ട് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഗായ്സ് നമ്മൾ ദമ്മ് തുറന്ന് നല്ല വെന്ത് നല്ല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പ്ലേറ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഗായ്സ് നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫിദയെ കൊണ്ട് ടേസ്റ്റ് ഉറപ്പിക്കാം. അപ്പൊ ഗായ്സ് ബിരിയാണി റെഡിയാണ്. എങ്ങനെയുണ്ട് പറ? സൂപ്പർ സൂപ്പർ അടിപൊളി. അതിനാണോ പൊളി. ഞാനിത് മൊത്തം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ബൈ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇനി ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസിനും